ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഐഡിയ ആണ്. എന്നുവെച്ചാൽ ബർത്ത്ഡേ കാർഡ് ഐഡിയ ആണ് ഗൈസ്. അതും ടിയർ കാർഡ് ഐഡിയ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാർഡ് ഐഡിയ ചെയ്യാൻ പോയത്. അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വേണ്ടി അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഞാനത് പറയുന്നത്. പിന്നെ അതാണ്ട് എഡ്ജസൊക്കെ ആദ്യം നമ്മുടെ ക്യാൻവാസ് പേപ്പറിൻ്റെ എഡ്ജസൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് വരയ്ക്കണം. ഇവിടെ ഈ സൈഡിൽ താഴെ തന്നെയാണ് ഞാൻ കേക്ക് വരയ്ക്കേണ്ടത്. നമുക്ക് കേക്ക് വരയ്ക്കാം. അപ്പോൾ ഗൈസ്, ഒരു സ്കാനിങ്സൊക്കെ അധികം കൂടിപ്പോയി ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫയറും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ക്യാനും ഉണ്ടെങ്കിൽ ഫയർ ഇല്ലാതെ എന്ത് കാര്യമില്ല. അപ്പം നമ്മൾ മറ്റേ ഇമോജിലൊക്കെ കാണുന്ന പിങ്ക് ആൻഡ് ബ്ലൂ പേർപ്പിൾ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു കേക്കില്ലേ, ആ കേക്കാണ് ഞാനൊക്കെ തീമാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പറയുന്നത്. അപ്പം നമുക്കെന്തായാലും കേക്കിൻ്റെ ടീം എന്തായാലും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ടോ ഒരു ഭംഗിയിലൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് പകുതിയും. പിന്നെ നമുക്ക് ഇതൊന്ന് കളർ ചെയ്യാം. അപ്പോൾ ഞാൻ കളർ ചെയ്യാൻ നമ്മുടെ സ്വന്തം ബ്രഷ് പെൻസിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷ് പെൻസിൽ തന്നെയാണ് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അതിൽ കുറേ കളേഴ്സ് ഉണ്ട്. ഇതിലാകുമ്പോൾ കുറച്ചധികം കളേഴ്സും കിട്ടും. അതുകൊണ്ട് ചെറിയ ഡോംസിൽ കളേഴ്സ് എടുക്കണം. ഡോംസിൻ്റെ എല്ലാം ഞാനിപ്പോൾ ക്യാമറയുടെ ഈ ഒരു ബ്രഷ് പെൻസിൽ ഇട്ടിട്ട് കളർ ചെയ്തിട്ട് കാണാം. ഇതിപ്പോൾ ബർത്ത്ഡേ കാർഡ് അങ്ങനെ ബലൂൺ കൂടെ മാറ്റി വെക്കണമെന്ന് വെച്ചു. ഞാനിപ്പോൾ ബലൂൺ കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടെ ഒന്ന് ചെയ്യാം. കളേഴ്സ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കളേഴ്സുകളാണ്. ലൈറ്റ് പിങ്ക് വേണം, ലൈറ്റ് ബ്ലൂ വേണം, പിന്നെ ഒരു ലൈറ്റ് പർപ്പിളും വേണം, പിന്നെ ഗ്രീൻ വേണം, ലൈറ്റ് ഗ്രീൻ വേണം, യെല്ലോ വേണം, പിന്നെ ഓറഞ്ച് കൂടെ വേണം. കളറിങ് സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പേ പിങ്ക് ആദ്യം ഫ്ലോറിലും, പിങ്ക് ഫ്ലോറിലും, പിന്നെ ബ്ലൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലും, പിന്നെ പേർപ്പിൾ എന്ന് പറഞ്ഞാൽ തേർഡ് ഫ്ലോറിലുമാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ ഒന്ന് എടുക്കാം. നമുക്ക് എടുത്തിട്ട് നമുക്ക് ആ രണ്ട് ബലൂൺ, ഈ ബലൂണിൽ നമുക്ക് ഡാർക്ക് ബ്ലൂ, ഈ ബലൂണിലൊക്കെ റെഡ്, അത് നമുക്കൊന്ന് കൊടുക്കാം. കൂടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കെല്ലാം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞത് ഫുള്ള് നമുക്ക് കൊടുത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കണ്ട പർപ്പിളും വയലറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിക്ചേഴ്സൊക്കെ ഇപ്പോൾ കാണാൻ വേണ്ടി ഇപ്പോൾ ഭംഗിയുണ്ട്. നമുക്ക് ആ ഭംഗിയാണ് നമുക്ക് വേണ്ട ഭംഗി. അപ്പോൾ നമുക്ക് വേണ്ട ഭംഗിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്യാൻഡിൽസിലോട്ട് കിടന്നാലോ. 1 2 3 4 6 ക്യാൻഡിൽസ് ഉണ്ട് ഗൈസ്. ഈ 6 ക്യാൻഡിൽസിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മുടെ യെല്ലോ കളേഴ്സാണ് ഗൈസ്. യെല്ലോ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീകൾക്ക് കുറച്ച് കൊടുക്കുക. എല്ലാ തീകൾക്കും ഞാൻ യെല്ലോ കളേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു യെല്ലോ തീയല്ലേ, തീ ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് ഹൈലൈറ്റ്സിന് വേണ്ടി ഒരു സൈഡ് മാത്രം നമുക്ക് വെച്ചൊന്ന് കാണാം, പക്ഷെ കാണില്ല. അതുപോലെ നമുക്കൊന്ന് ഓറഞ്ച് കൊടുക്കാം. ഇപ്പം ഒരു ഭംഗി ഒന്നും കൂടെ വരുന്നുണ്ട്. ഈ ഭംഗിയാണ്, ഈ ഒന്നും കൂടെ വരുന്ന ഭംഗി വേണം നമുക്ക് വരാം. നമുക്ക് ആദ്യം വരുന്ന ഭംഗിയിലെക്കാട്ടും ഭംഗിയാണ് ഒന്നും കൂടെ വരുന്നത്. അതെ ഗൈസ്, കാണുമ്പോൾ ഒന്നുകൂടെ തോന്നില്ല ഞാനൊരു ഭംഗിയുടെ ഇവിടെ. ഞാനിതാണ്ട് ഗ്രീൻ കളറാണ് അടുത്തത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഗ്രീനിൽ കൂടി തുടങ്ങാം. ഗ്രീനിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാരൻസ്, ഈ കളേഴ്സൊക്കെ വരാം. പിന്നെ ഞാൻ നടത്തുന്നത് കഴിഞ്ഞാൽ യെല്ലോ റെയിൻബോ കളർ പറഞ്ഞാലേ അടുത്ത നമ്മൾ ചെയ്യുമ്പോൾ റെയിൻബോയിൽ ചെയ്യുന്നതായിരിക്കും ഗൈസ് നല്ലത്. അല്ലേ ഇപ്പോൾ ഇടുന്നവർക്ക് വേണമല്ലോ. ഓക്കെ, ഞാൻ അടുത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ പിങ്കിലോട്ട് തുടങ്ങാം.
ഞാനിപ്പോൾ റെയിൻബോ കളർ ബാക്കാണ് എടുക്കുന്നത്. ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ റെയിൻബോ കളർ ഫ്രണ്ടാണ് എടുക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യം കൊടുത്ത് വരും. അടുത്തത് നമുക്ക് ബ്ലൂ തന്നെ കൊടുത്തേക്കാം. എന്തായാലും ഇത് തെറ്റി എന്നൊരു മിക്സ് തന്നെ കൊടുത്തേക്കാം. വെറുതെ കഷ്ടപ്പെടുന്നത്. ഞാൻ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പർ കളറാണ്. പർപ്പിൾ കളർ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓ മൈ ഗോഡ്നെസ് ഗൈസ്, അടുത്ത നമുക്ക് ഈ യെല്ലോ ഒക്കെയാണ്. യെല്ലോ ഞാൻ കൊടുത്തു. ഓറഞ്ചൊക്കെ അതല്ലേ നല്ലത്. റെഡ് ആക്കാനേ അതാകുമ്പോൾ നമ്മുടെ ആ ബലൂണും കൂടെ മാച്ച് കിട്ടും. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ ചതിച്ചു. എൻ്റെ സ്റ്റാൻഡ് നമ്മൾ ചതിച്ചേ. സ്റ്റാൻഡിനോട് ഇത് ചതിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു. വേണ്ടി നിങ്ങളൊന്ന് പറയണേ, സ്റ്റാൻഡോട് ചതിക്കരുത്. ഓക്കെ, സ്റ്റാൻഡ് ചതിച്ചില്ല, നമ്മുടെ സംഭവം ചതിച്ചില്ല. അതൊരു വിശ്വാസമല്ലേ. അപ്പം ഞാനിപ്പോൾ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു എഴുതാം. ഹാപ്പി ഇവിടെ എഴുതാം, ബർത്ത്ഡേ ഇവിടെ എഴുതാം, പേര് കുട്ടീൻ്റെ നെയിം വെച്ചാൽ പിങ്കിൽ എഴുതാം. അപ്പം ഹാപ്പി നമുക്ക് അധികം കാണാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹാപ്പി ഇവിടെ എഴുതാന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഹാപ്പി അപ്പം എഴുതിയേക്കാം. നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണ്ട നമുക്ക്. ഹാപ്പി ഓഹോ പറ്റുന്നത്ര ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഹാപ്പി സെറ്റാണ്. ഇനി നമുക്ക് ബർത്ത്ഡേ എഴുതാം. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഗൈസ്, അല്ലെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ ഗൈസ് ഞാൻ പറ്റുന്നത്രക്കും വൃത്തിയിലും നിലക്കും ഒക്കെ എഴുതിയിട്ടുണ്ട്. ബർത്ത്ഡേ ടു യു ഇവിടെ റെഡ് കളർ കൊടുക്കാൻ നമുക്ക് മുകളിൽ ഞാൻ കൊടുക്കുന്നില്ല. ഒരു നല്ലൊരു അടിപൊളി സ്കെച്ചിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പം ഇവിടെ കാണുന്ന കുറച്ച് വരകളുണ്ട്, അത് ഫാൻറ്റ് കേട്ടോ. അതൊന്നും നിങ്ങൾ വേണ്ടിയൊക്കെ നമുക്കത് സെറ്റാക്കാം. അപ്പം നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ടു യു കഴിഞ്ഞാൽ അടുത്തൊരു മെയിൻ പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ മെയിൻ ഇതില്ലെങ്കിൽ പിന്നെ എല്ലാം പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പം അതിനുവേണ്ടി ഒരു ഗ്രിപ്പ് ഡിസൈനാണ് നമുക്ക് വേണ്ടത്. ഗ്രിപ്പ് ഡിസൈനാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ വേസ്റ്റായൊരു പേപ്പറാണ്, വേസ്റ്റായ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഇതിൻ്റെ ആ ഒരു സൈസിന് പറഞ്ഞിട്ട് നമുക്കത് ഗ്രിപ്പ് ഡിസൈൻ പേപ്പർ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്തിരിക്കണം. സംഭവമൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഈ വഴി കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദിവസം നമ്മൾ ഗ്രിപ്പ് ഡിസൈനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടെങ്കിലേ സാറില്ല ഡിസൈന് ആയിക്കോട്ടെ വിചാരിച്ച ദിവസമൊക്കെ നമ്മുടെ സാധനമൊക്കെ സെറ്റാണ്. ദിവസം നമുക്ക് ടിക്കറിയാനില്ലേ സംഭവം സെറ്റാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മടക്കി സെറ്റാക്കാം. ജസ്റ്റ് നമ്മൾ നടുവിലൊരു വേഗം വെച്ച് കൊടുക്കണം. അങ്ങനെ കറക്റ്റ് ഇഞ്ചായിട്ട് കട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്തില്ലേ, ചെയ്ത് കട്ടിൽ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ താഴെ ഒരു ചെറിയൊരു ഗ്യാപ്പ്. അത് കഴിഞ്ഞിട്ട് മുൻഭാഗത്ത് മുകളിൽ ചെറിയൊരു ഗ്യാപ്പ്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പിടിക്കാം. വേസ്റ്റൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കാണുന്ന കേസ്. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ ഗ്യാപ്പൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ഫിറ്റുണ്ടോ അതൊന്ന് നോക്കണം കേസ്. ആയില്ലെങ്കിൽ എടുത്ത് തിരിച്ചു വിട്ടോ കേസ്. സംഭവം വെച്ച് വിട്ടോ. അയ്യ ഹിയ ഹുയ പോവാ കുറച്ച് സ്ഥലം വിട്ടു കേസ്. സെറ്റാവുന്നില്ലെങ്കിൽ അതിലേലങ്ങനെ തന്നെയാണ്. എനിക്ക് പേപ്പർ കട്ടിയെന്ന് പണ്ടേക്കാണ് മുകളിലോട്ട് ഒട്ടിക്കഴിഞ്ഞ് പേപ്പർ കട്ടിയാന്ന് അറിയത്തില്ല കേസ്. അല്ലെങ്കിൽ എനിക്കങ്ങനെ തന്നെയാണ് കേസ്. എനിക്കൊരു വീടാണ്. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു കേസ് ഒന്ന് കട്ട് ചെയ്യണം, ഒന്നും കൂടെ കട്ട് ചെയ്യണം. അതെന്തായാലും നടന്നു കേസ്. ഒന്നും കൂടെ കട്ട് ചെയ്യില്ല അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വൃത്തിയിൽ വരച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒന്നും കൂടെ ഒന്ന് ഭംഗിയിൽ വൃത്തിക്കും വൃക്കം പോകും. ഇവിടെ ഷേഡോ ഉണ്ട്. ആ ഷേഡോ കൂടെയാണ് കേസ് നമ്മൾ ട്രേസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഷേഡോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ട്രീസർക്കിലും പോവും. അതുപോലെയാണ്. ഓക്കെ സെറ്റ് പെർഫെക്റ്റ്. ഇവിടെ വരുന്നുണ്ട് സ്കെയില്. അപ്പം ഞാൻ പിന്നെ അടപ്പടിച്ചു. പിന്നെ നമുക്ക് വെട്ടാം. ഇപ്പം വെട്ടുമ്പോൾ ഒരു മെനയിലൊക്കെ വെട്ടാം. പക്ഷെ വരയ്ക്കുമ്പോൾ അത്ര മെന വേണ്ട. അതാണ് എൻ്റെ ഇഷ്ടം. ഓക്കെ സെറ്റായിട്ടുണ്ട്. ഇതെങ്കിലൊന്നും വർക്കാവുന്ന ഇഷ്ടമാണ്. ഓനോ ആവശ്യമില്ല. തിരിച്ചാൽ ഓനോ അതടുത്ത കുഴപ്പമില്ല. തിരിച്ച് വെക്കാൻ പറ്റില്ല. ഒന്നുമില്ല. ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ കുഴപ്പമില്ലാതെയാണ് നമുക്ക് വേണ്ടത്. കുഴപ്പമില്ലാതെ. അപ്പം ഈ ഹാപ്പി ബർത്ത്ഡേ മാത്രം നമുക്ക് ഉണ്ടായത് ഗൈസ്. പറഞ്ഞു നമുക്ക് കാണാം. ഞാൻ പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് കൊണ്ട് വെട്ടാം. അപ്പം വീണ്ടും വെട്ടും കൂട്ടുമൊക്കെ പിന്നെ കൊടുത്താൽ ഇത് നമുക്ക് വെട്ടാം. അപ്പം നമുക്ക് വേണ്ടത് സിംഗിളാണ് പൊട്ടണം ഗൈസ്. എന്നാലും സെറ്റാവും. ഇപ്പം ഞാൻ വെട്ടുന്ന എങ്ങനെ നടക്കുന്നത് ശരി. നമുക്ക് കുറച്ച് മിനിറ്റുകളും ചിലപ്പോൾ 1 മണിക്കൂർ വരെ എടുക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് റെഡി ആയിക്കട്ടെ. ഇത് റീട്ടിയായിട്ട് നമുക്ക് കാണും. എനിക്ക് അതുവരെ എൻ്റെ ബ്ലോഗ് ഫുള്ള് 1 മണിക്കൂർ. യെസ് ഗൈസ്, അത് സക്സസ് ആയി ഗൈസ്. ഇപ്രാവശ്യത്തെ എന്തായാലും സക്സസ് ആയി ഗൈസ്. എന്തായാലും അളവെടുത്ത് ചെയ്തുകൊണ്ടായിരിക്കും സക്സസ് ആയത്. എനിക്ക് നല്ല സൊല്യൂഷൻ ഉണ്ട്. ഇത് നേരെ മടക്കാം. ഐറ്റം അങ്ങനെ മടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തോ. അപ്പോൾ ഒന്നുകൂടെ മടക്കിയിട്ട് ഇതിലെന്തായാലും നമുക്കൊരു ചെറിയൊരു വലിപ്പം കണ്ടില്ലേ. ആ വലിപ്പം നമുക്കത് കുറച്ച് ചെറിയതായിട്ടൊന്ന് ഇതാക്കിയത്. അവിടെ കുറച്ച് ബ്രൗൺ വരകളൊക്കെ കണ്ട ബ്ലാക്ക്. ആ വരകൾ മാത്രം നമ്മളത് കളയാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് പെർഫെക്റ്റായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായി നമുക്ക് കിട്ടും. അപ്പം ഇതിലും ഒന്ന് വർക്കാണ് ഇഷ്ടമായിട്ട്. സക്സസ്. നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. എന്താ റെഡിയാക്കേണ്ടതായിരിക്കും നിങ്ങൾ ചോദിക്കാം. യെസ് ഗൈസ്, ഒരു ചെറിയൊരു സാധനം കൂടെ റെഡിയാക്കാനുണ്ട്. ഇത് മടക്കണം, പിന്നെയും മടക്കണം. ഇപ്പം പെർഫെക്റ്റ് അല്ലേ നിങ്ങൾ ചോദിച്ചു. പെർഫെക്റ്റ് ഉണ്ട് ഗൈസ്. പെർഫെക്റ്റായി മാത്രം പറഞ്ഞല്ലോ. 1 more പെർഫെക്റ്റ് വേണ്ടേ? ആ പെർഫെക്റ്റാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പെർഫെക്റ്റ്. ആക്ച്വലി ഇതിന് മണ്ടത്തരം ആയിരിക്കില്ലായിരിക്കാം. എന്തുമായിരിക്കാം. അപ്പം ഗൈസ്, യെസ് ഗൈസ്, നിങ്ങൾക്കും ഇത് മണ്ടത്തരമായി തോന്നിയേക്കാം. അതേ ഗൈസ്, മണ്ടത്തരം തന്നെ ആയിരിക്കും ഗൈസ്. അത് ജസ്റ്റ് ഫോർ എ ഫൺ മണ്ടത്തരുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നല്ലിപ്പോൾ ഒന്ന് വെട്ടിപ്പറ്റിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഈ വെട്ടിപ്പുറത്തുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു വര ഇട്ട് കൊടുക്കാം ഗൈസ്. എന്ന് വെച്ചാൽ കുറച്ച് ചെറിയൊരു വര. ഇത് ടിയർ ചെയ്യുന്ന സാധനം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ ഫസ്റ്റൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞ സാധനം ടിയർ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബോളിലേക്കുള്ള വേണം. പറ്റുന്നത്ര രീതിയിൽ ഞാൻ വൃത്തിയുള്ള വരയ്ക്കും. അതൊക്കെ സെറ്റ് ചെയ്യും. ഇനി ആരാണ് നിങ്ങൾക്ക് ഫ്രണ്ട്, ആ ഫ്രണ്ടിന് കൊണ്ടുപോയി കൊടുക്കുക. ആ ഫ്രണ്ടിൽ വെച്ച് മരിക്കുന്നു, ടിയറാവുന്നു. അപ്പോൾ നമ്മുടെ സാധനം കിട്ടും. അതൊക്കെ കിട്ടണമെങ്കിൽ തന്നെ ആദ്യം നമുക്കിതൊക്കെ ഒട്ടിക്കണ്ടേ. യെസ് ഒട്ടിക്കണം. അപ്പം ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ്സ് എന്നാണ് അപ്പം ഈ വീഡിയോൻ്റെ ഈ ഒരു വ്ളോഗിൻ്റെ മെയിൻ ഉദ്ദേശം. ഒരു വ്ളോഗിൻ്റെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ അല്ല ഗൈസ്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 അതേപോലെ ഇട്ടേക്കാം. അത് പക്ഷേ ഇപ്രാവശ്യം പാർട്ട് 4, പാർട്ട് 5 ഒക്കെ ഭയങ്കര എളുപ്പമായിട്ട് വരും. അപ്പം എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ. ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട് അല്ല. ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ അല്ലെങ്കിൽ സെൻറ്റിലൊക്കെ കൊടുക്കുമോ. അപ്പം ബെസ്റ്റ് ഫ്രണ്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഭംഗി വേണം ഫ്രണ്ട് കൊടുക്കുന്നത് എന്നൊരു സാധനമാണ്. പക്ഷേ
ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. എന്നാലും ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കാറുണ്ട്. നോർമൽ ഫ്രണ്ടിന് എൻ്റെ ഫ്രണ്ട് അല്ലാത്തവർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. എന്നിട്ട് അവൾ തൊട്ടപ്പുറത്തിൻ്റെ ഫ്രണ്ടിന് പോലെ ഗിഫ്റ്റ് കൊടുത്തിരുന്നു. പിന്നെ അവൾ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് അതും തല്ലിക്കൊല്ലാൻ എളുപ്പമാണ്. വീടത്ത് പോയി പിടിക്കേണ്ട ആവശ്യമില്ല, തൊട്ടപ്പുറത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്. ഒന്നും മതിയാവോ ഇല്ല. ഞാൻ ഫ്രണ്ട് അല്ലാത്തവർക്ക് വരെ 10-30 ഗിഫ്റ്റുകൾ കൊടുക്കാറ്. എന്നിട്ട് അവർക്ക് പിന്നെ നല്ല ഗിഫ്റ്റുകൾ കൊടുത്തില്ലെങ്കിലും ഭയങ്കര പ്രശ്നമാണ്. ആർക്കൊക്കെയോ ഞാൻ എന്തൊക്കെയോ കൊടുക്കാറുണ്ട്, അവർക്ക് മാത്രം അത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമായി. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഒരു പ്രശ്നമായി. അവൾ തന്നെ വിളിക്കാതെ തന്നെ അവൾ വരാതെ തന്നെ പ്രശ്നമില്ല. ഈശ്വരനെ വിളിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊരു സുഖപ്പെടായിരുന്നു. ഈശ്വരനൊക്കെ വിളിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ ചുമ്മാ എന്നെ തന്നെ വിളിച്ചാൽ ആരും കൈയൊക്കെ ഒന്ന് കളിച്ച് കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ സെറ്റാണ്. ജസ്റ്റ് ആ കുട്ടി വരുന്നു, ടിയർ ചെയ്യുന്നു, അവരുടെ ലിസ്റ്റങ്ങൾ വായിക്കുന്നു. നമ്മൾ ടിയർ ചെയ്യണ്ട. പിന്നെ വീണ്ടും ഞാനിപ്പോൾ ടിയർ ചെയ്ത് കളിക്കുന്നില്ല, ടിയർ ചെയ്തിട്ട് വേണം വീണ്ടും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനത് സംഭവം സെറ്റായിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടൊന്ന് കൊടുത്തേക്കണം. എന്താണെന്ന് പറയാം, ടിയർ ചെയ്യുന്ന സബ്ജക്ട്സൊക്കെ നമ്മൾ ഈ ഒരു മുട്ടിയിട്ട് ഒരു ടൈമിട്ട് പോകാനുള്ള വെച്ചേക്കണം. വെച്ചേക്കേണ്ട ആവശ്യമില്ലാണ്ട് ഒന്ന് പൊക്കി കൊടുത്താലും മതി. ജസ്റ്റ് നമുക്ക് ടിയർ ചെയ്യാമെങ്കിൽ ഒരു എളുപ്പത്തിന് വേണ്ടി ഈ കാണുന്ന ഗ്രിഡ് ലൈൻസ് ഒക്കെ ഓർമ്മയുള്ള നമ്മുടെ ക്യാൻഡിലാണ്, മറക്കണ്ട. നമ്മൾ ഇത് ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കാൻ കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് അതൊക്കെ നിങ്ങളെല്ലാം ഈസിയിൽ കൂടെ എടുത്ത് വിരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അത് ടിയർ ചെയ്ത് പോകും. പിന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കേണ്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് പിന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് ഉള്ളിലോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പോകും. പിന്നെ അത് പോവില്ല, താഴോട്ട് പോകില്ല. അപ്പം അതുപോലെ ആകുമ്പോഴാണ് അതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്കൊരു ലിസ്റ്റ് കൂടെ എഴുതിക്കണം ടിയറാണ്. നമുക്ക് ടിയറും കൂടെ ഇങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ഗൈസ്, അപ്പോൾ നമുക്ക് ടിയറും കൂടെ എഴുതി വെച്ചിട്ട് കാണാം. ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. കുറച്ച് ഡെക്കറേഷൻ കൂടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ഡെക്കറേഷൻ കാണാം. ഗൈസ്, ഇപ്പോൾ സംഭവം സെറ്റായിരുന്നു. എന്തോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം ശരിയല്ലേ? സംഭവമൊക്കെ സെറ്റാണ്. പറ്റാണെങ്കിൽ ഞാനത് ശ്രമിക്കട്ടെ. അവിടെ ടിയർ ചെയ്ത ഒരു വീഡിയോ ശ്രമിക്കട്ടെ. തൽക്കാലം നമുക്ക് വേണം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി, എന്നാൽ പിന്നെ വേണ്ട നിൽക്കുന്നില്ല. അപ്പം നമുക്ക് വേണ്ട സംഭവമൊക്കെ സെറ്റാണ്. നമുക്ക് അവിടെ കീറാൻ ഭയങ്കര ആകാംക്ഷ. അപ്പോൾ ഞാൻ കുറച്ച് ബോർഡർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഐറ്റമിലോട്ട് പോകാം. അപ്പം അടുത്തത് നമ്മൾ പാർട്ട് 2 കാണാം. നേരെ വെയിറ്റ് ഫോർ ദ പാർട്ട് 2.